ഹലോ കൂട്ടുകാരെ, PSC ക്യാപ്സൂൾ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കരളിനെ കുറിച്ചാണ്. മിക്ക PSC എക്സാമിനും ചോദിക്കുന്ന ഒരു ഭാഗമാണ് കരൾ. ഈ കഴിഞ്ഞ 2024 LDC ട്രിവാൻഡ്രത്തും ചോദിച്ചു കരളിനെ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിന്ന് അത് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കരൾ ശരീരത്തിലെ മാലിന്യ സംസ്കരണശാല എന്നറിയപ്പെടുന്ന അവയവം. കരൾ ശരീരത്തിലെ മാലിന്യ സംസ്കരണശാല എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? കരൾ. അടുത്ത പോയിന്റ്, രാസശാല അല്ലെങ്കിൽ രാസപരീക്ഷണശാല എന്നൊക്കെ ചോദിക്കും. രാസശാലയെന്നും രാസപരീക്ഷണശാലയെന്നും അറിയപ്പെടുന്ന അവയവം ഏതാണ്? കരളാണ്. അപ്പോൾ ശരീരത്തിലെ മാലിന്യ സംസ്കരണശാലയെന്നും രാസപരീക്ഷണശാല അല്ലെങ്കിൽ രാസശാല എന്നൊക്കെ അറിയപ്പെടുന്ന അവയവവും കരളാണ്. ഹെപ്പറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ലിവർ. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി എന്നറിയപ്പെടുന്നത്. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? കരളാണ്. നമ്മുടെ ശരീരത്തിനുള്ളിലെ അവയവമാണ് കരളാണ്. ഏറ്റവും വലിയ ആന്തരിക അവയവം എന്ന് പറയുന്ന. ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ കരളാണ്. ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരള്. ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ അതും കരളാണ്. ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. പക്ഷേ ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചാൽ കരള് തന്നെ പറയണം. ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാലും കരളാണ്. ഏറ്റവും കൂടുതൽ കൊഴുപ്പ്, ഇരുമ്പ് സംരക്ഷിച്ചു വെക്കുന്ന എവിടെയാണ്? കരളിലാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പും കൊഴുപ്പും എല്ലാം സംഭരിച്ചു വെക്കുന്ന കരളിലാണ്. വിറ്റമിൻ എ സംഭരിച്ചു വെക്കുന്ന എവിടെയാണ്? കരളിലാണ്. വിറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിനാണ്. അത് സംഭരിച്ച് വയ്ക്കുന്നത് കരളിലാണ്. വിറ്റമിൻ എ സംഭരിച്ച് വയ്ക്കുന്ന കരളിലാണ്. എന്നാൽ വിറ്റമിൻ എ ആവശ്യമായിട്ട് ഉള്ളത് കരളിലാണ്. വിറ്റമിൻ കെ ആവശ്യമായിട്ടുള്ള, കരളിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിനാണ് വിറ്റമിൻ കെ. കരളിൽ സംഭരിച്ച് വയ്ക്കുന്ന വിറ്റമിൻ എയും കരളിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ കെ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മുമ്പ് പല തവണ PSCക്ക് ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഭാരം കൂടിയ കരൾ ഉള്ള ജീവി ഏതാണ്? പന്നിയാണ് ഭാരം കൂടിയ കരളുള്ള ജീവി. ബഹിർസ്രാവി ഗ്രന്ഥിയായി പറയുന്ന നമ്മൾ കരളിനെയാണ് നമ്മൾ ബഹിർസ്രാവി ഗ്രന്ഥിയായി പറയുന്നത്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നത് എവിടെയാണ്? കരളിലാണ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി സംഭരിക്കുന്ന കരളിലാണ്. നമുക്ക് ഇത്രയും പോയിന്റ്സ് ഒന്നും കൂടെ പറയാം. ശരീരത്തിലെ മാലിന്യ സംസ്കരണശാല എന്നും രാസശാല അല്ലെങ്കിൽ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നതും കരളാണ്. സ്റ്റഡി ഓഫ് ലിവർ, കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി എന്നറിയപ്പെടുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏറ്റവും വലിയ ആന്തരിക അവയവം കരളാണ്. എന്നാൽ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അത് കരളാണ്. ഏറ്റവും കൂടുതൽ കൊഴുപ്പ്, ഇരുമ്പ് സംഭരിച്ചു വയ്ക്കുന്ന എവിടെയാണ്? കരളിലാണ്. വിറ്റമിൻ എ സംഭരിച്ചു വയ്ക്കുന്ന കരളിലാണ്. എന്നാൽ കരളിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ കെ ആണ്. ഭാരം കൂടിയ കരളുള്ള ജീവി ഏതാണ്? പന്നിയാണ്. ബഹിർസ്രാവി ഗ്രന്ഥിയായിട്ട് അറിയപ്പെടുന്നത് കരളാണ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നത് എവിടെയാണ്? കരളിലാണ്. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലോട്ട് പോവാം. കരൾ സ്രവിപ്പിക്കുന്ന ദഹനരസം പിത്തരസം. കരൾ സ്രവിപ്പിക്കുന്ന ദഹനരസം ഏതാണ്? പിത്തരസം. നെക്സ്റ്റ്, കൊഴുപ്പിനെ വിഘടിക്കാൻ സഹായിക്കുന്ന ദ്രവമാണ് പിത്തരസം. അപ്പം കരളിൽ സ്രവിക്കുന്ന ദഹനരസമാണ് പിത്തരസം. ഈ പിത്തരസം എന്തിനാണ് സഹായിക്കുന്നത്? കൊഴുപ്പിനെ വിഘടിക്കാനായിട്ട് സഹായിക്കുന്നു. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകങ്ങൾ ഏതാണ്? ബിലിറുബിനും ബിലിവർഡിനും പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് വർണ്ണകങ്ങളാണ്. പിത്തരസം സംഭരിച്ചു വയ്ക്കുന്ന എവിടെയാണ്? പിത്താശയത്തിൽ. ബ്ലാഡർ എന്നൊക്കെ പറയില്ലേ, ഗോൾ ബ്ലാഡർ. അത് പിത്തരസം സംഭരിച്ചു വയ്ക്കുന്ന പിത്താശയത്തിലാണ്. അപ്പോൾ പിത്തരസം നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ സ്രവിക്കുന്നത് കരളിലാണ്. പിത്തരസം സ്രവിക്കുന്നത്, അതായത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കരളിലാണ്. എന്നാൽ പിത്തരസം സംഭരിച്ചു വയ്ക്കുന്ന പിത്താശയത്തിലാണ്. മാറിപ്പോവല്ലേ. ഏറ്റവും കൂടുതൽ
രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കരളിലാണ്. ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കരളിലാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഫൈബ്രിനോജൻ നിർമ്മിക്കുന്നത് കരളിലാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഫൈബ്രിനോജൻ നിർമ്മിക്കുന്നത് കരളിലാണ്. എന്നാൽ രക്തം കട്ട പിടിക്കുന്നതിന് തടയുന്ന ഹെപ്പാരിൻ നിർമ്മിക്കുന്ന കരളിൽ. രണ്ടും, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ഫൈബ്രിനോജനും കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിനും നിർമ്മിക്കുന്നത് കരളിലാണ്. കരളിനെ ബാധിക്കുന്ന 2 രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസും സിറോസിസും. കരളിനെ ബാധിക്കുന്ന 2 പ്രധാന രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസും സിറോസിസും. നമ്മൾ ലിവർ സിറോസിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾ നശിച്ച് കരളിൻ്റെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് സിറോസിസ് എന്ന് പറഞ്ഞാൽ. ലിവർ സിറോസിസ് എന്ന് പറഞ്ഞാൽ അത് മദ്യപാനം ഒത്തിരി ആയിട്ട് കരളിലെ കോശങ്ങളെല്ലാം നശിച്ചിട്ട് കരളിൻ്റെ പ്രവർത്തനം നിലയ്ക്കും. കരളിന് പ്രവർത്തിക്കാൻ പറ്റാതെ ആവും. ആ അവസ്ഥയാണ് സിറോസിസ് അല്ലെങ്കിൽ ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം കരളാണ്. പുനരുജ്ജീവന ശേഷിയുള്ള ഏക അവയവം ഏതാണ്? കരൾ. പുനരുജ്ജീവന ശേഷിയുള്ള ഒരേ ഒരു അവയവമാണ് കരൾ. ശരീരത്തിലെത്തുന്ന വിഷങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം കരളാണ്. ശരീരത്തിലെത്തുന്ന വിഷങ്ങളെ നിർവീര്യമാക്കുന്നത് കരളാണ്. ഭ്രൂണാവസ്ഥയിൽ ചുവന്ന രക്താണുക്കളെ നിർമ്മിക്കുന്നതും കരളാണ്. ഭ്രൂണാവസ്ഥയിലെ ചുവന്ന രക്താണുക്കളെ, റെഡ് ബ്ലഡ് സെൽസിന് ചുവന്ന രക്താണുക്കളെ നിർമ്മിക്കുന്നതും കരളാണ്. മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും. മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും. ആൽബുമിൻ, ഫൈബ്രിനോജൻ, പ്രോത്രോംബിൻ, കൊളസ്ട്രോൾ നിർമ്മിക്കുന്നത് കരളിലാണ്. അപ്പോൾ ആൽബുമിനും ഫൈബ്രിനോജനും പ്രോത്രോംബിനും കൊളസ്ട്രോളും നിർമ്മിക്കുന്നത് എവിടെയാണ്? കരളിലാണ്. കരളിൻ്റെ ഭാരം അത് കിലോഗ്രാമിലാണ് ചോദിക്കുകയാണെങ്കിൽ 1.5 എന്ന് എഴുതണം. ഇനി ഗ്രാമിലാണ് ചോദിക്കുന്നതെങ്കിൽ 1500 ഗ്രാമാണ്. കരളിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ 1500 ഗ്രാമാണ്. ഇനി മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം കരൾ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ കഴിഞ്ഞ LDC തിരുവനന്തപുരം LDC 2024 LDCക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം കരളാണ്. അപ്പം നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോയിൻറ്റ്സ് ഒന്നും കൂടെ നോക്കാം. കരളിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് കരൾ സിറോസിസും ഹെപ്പറ്റൈറ്റിസും. ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. പുനരുജ്ജീവന ശേഷിയുള്ള അവയവം കരളാണ്. കരളിൽ ശരീരത്തിലെത്തുന്ന വിഷങ്ങളെ നിർവീര്യമാക്കുന്ന കരളാണ്. ഭ്രൂണാവസ്ഥയിൽ ചുവന്ന രക്താണുക്കളെ നിർമ്മിക്കുന്നതും കരളാണ്. മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും. ഇനി ആൽബുമിൻ, ഫൈബ്രിനോജൻ, പ്രോത്രോംബിൻ, കൊളസ്ട്രോൾ എന്നിവ നിർമ്മിക്കുന്ന കരളിലാണ്. ഭാരം എത്രയാണ് കരളിൻ്റെ? കിലോഗ്രാമിൽ ചോദിക്കുമ്പോൾ 1.5 കിലോഗ്രാം, ഗ്രാമിൽ ചോദിക്കുമ്പോഴത്തേക്ക് 1500 ഗ്രാം എന്ന് പറയണം. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം കരളാണ്. ഏറ്റവും വലിയ ആന്തരിക അവയവം ശരീരത്തിലെ രാസപരീക്ഷണശാല. യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിക്കാം. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. പ്രീവിയസ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് കരളെന്ന് പറയുന്നത്. എന്തായാലും പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.